കനത്ത മഴയിൽ തകർന്നടിഞ്ഞ ഇടുക്കിയിലെ കാർഷിക മേഖല ശക്തമായ കാറ്റും മഴയും രാജ്യത്തെ 70% ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ഉടുമ്പൻചോല താലൂക്കിലെ കർഷകരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലച്ചെടികൾ മരം വീഴ്ചയിലും കാറ്റിലും ഒടിഞ്ഞതോടെ വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത്. കടുത്ത വേനലിനെ അതിജീവിച്ച് ഇടുക്കിയിലെ കർഷകന് അതിജീവനത്തിന്റെ വെളിച്ചം പകർന്ന ഏലച്ചെടികൾ പക്ഷേ കാലവർഷം കർഷകന്റെ സ്വപ്നങ്ങൾക്ക് മേൽ ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്. വേനലിൽ ഗ്രീൻ നെറ്റുകൾ വലിച്ചുകെട്ടി തണലൊരുക്കിയും വെള്ളം വിലയ്ക്ക് വാങ്ങി തളിച്ചുമാണ് കർഷകർ ഏലച്ചെടികളെ പരിപാലിച്ചിരുന്നത്. വേനൽ മഴയെ ഒരു ആശ്വാസമായി കർഷകർ കണ്ടു. എന്നാൽ വേനൽ മഴയോടൊപ്പം തന്നെ കാലവർഷം കൂടി എത്തിയതോടെ സ്ഥിതി മറ്റൊന്നായി. ഉടുമ്പൻചോല, നെടുങ്കണ്ടം, വണ്ടൻമേട്, ആനവിലാസം, കുമിളി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലകൃഷികളാണ് കനത്ത മഴയിലും മരം വീഴ്ചയിലും നശിച്ചത്. കഷ്ടമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏലത്തിന് ന്യായമായ വില നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ വളത്തിനും മരുന്നിനും ഞങ്ങൾ കൊടുക്കുന്ന വിലയെന്ന് പറയുന്നത് അന്യായമായ വിലയാണ് കൊടുക്കുന്നത്. ഇത് കൊടുത്ത് ചെയ്യുന്ന കൃഷിയാണ് ഞങ്ങൾ നഷ്ടപ്പെട്ടു വയ്ക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതി സർക്കാരിൽ നിന്നുള്ള പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തുകയോ ഞങ്ങൾക്ക് തരുകയോ ചെയ്യണം. അത് വിനീതമായിട്ട് ഞങ്ങൾ പറയുകയാണ്. ഇതേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും വലിയ അഭ്യർത്ഥനയായിട്ട് പറയുകയാണ്. ഞങ്ങൾ ജീവിക്കാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോവുകയാണ്. കൂടാതെ കീടബാധയും അഴുകൽ രോഗവും ചെടികളെ ബാധിക്കുന്നുണ്ട്. ഇത് ഉൽപാദനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ തന്നെ നോക്കുക, ഈ ഒരു ഏലച്ചെമ്പുകളും ഇതൊക്കെ ഞങ്ങൾ പുതിയ ഏലച്ചെമ്പുകളാണ്. അപ്പം കാറ്റ് വീഴ്ച, മഴ വീഴ്ച, മരം ഒടിഞ്ഞു വീഴ്ച, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണുകൊണ്ട് ഇത്രയും ഏലച്ചെടികൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, ഓൾ ഓവർ ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് തണ്ട് തുറപ്പൻ, ചീക്കൽ, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഇതിന് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നോ ഒരു സഹായം ഞങ്ങളെപ്പോലുള്ള ഏലം കർഷകർക്ക് കിട്ടിയാലേ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഏലക്കായ് വിപണിയിൽ ന്യായമായ വില ഉയർന്നു തുടങ്ങിയ സമയത്താണ് കർഷകർക്ക് കാലവർഷം തിരിച്ചടിയായത്. ജില്ലയിലെ കൃഷിനാശം സംബന്ധിച്ച് കാർഷിക വകുപ്പ് കണക്കുകൾ ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ക്രോഡീകരിച്ചതിന് ശേഷം മാത്രമേ ജില്ലയിലുണ്ടായ കൃഷിനാശത്തിന്റെ വ്യാപ്തി എത്ര എന്നുള്ളത് വ്യക്തമാകൂ. ഇതേസമയം മഴക്കെടുതിയിൽ കൃഷി നശിച്ച കർഷകർക്ക് അർഹമായ പരിഹാരം നൽകുവാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.